എന്ന് പറയുന്ന ഒരു സിനിമ കാണാനിടയായപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങളോടൊപ്പം ഒന്ന് വളരെ ഇൻഫോർമലായിട്ട് ചാറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് വംശഹത്യ 2002 ആദ്യത്തെ ഡോക്യുമെന്ററി ഹേറാം ജെനോസൈഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി എന്ന ഡോക്യുമെന്ററി ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പൊ ഈ ഇതിൽ പറയുന്ന ബാബു ബജ്രംഗി ആണെങ്കിലും കൗസർ ബാനു എന്ന് പറയുന്ന ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഗുജറാത്ത് വംശഹത്യന്റെ വളരെ വളരെ ചെറിയ ഭാഗങ്ങൾ അത് മിക്സ് ചെയ്തിരുന്ന അരോഡ പാർട്ടിയും പിന്നെ അതുപോലെ തന്നെ ഗുൽബർഗ് സൊസൈറ്റിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വേർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും ഇതിന്റെ ഇപ്പോഴാണ് ഈ ഇതിന് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം തന്നെ ഈ ന്യൂ ജനറേഷനൊക്കെ ഈ മീഡിയയിൽ, കാരണം ഇതിനെ കൃത്യമായിട്ട് ഗുജറാത്ത് വംശഹത്യനെ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ വലിയൊരു ഭാഗം കൂടെ അടിച്ചമർത്തി വെച്ചുകൊണ്ട് ഇപ്പൊ എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഗുജറാത്ത് വംശഹത്യ. അത് കണ്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ആദ്യത്തെ സിനിമ എന്റേതാണ്. ഗുജറാത്ത് വംശഹത്യ വംശീയ ഉന്മൂലനം, അതിന്റെ ഹേറാം ജെനോസൈഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി എന്നായിരുന്നു. ഇപ്പൊ 2023 ഇന്ത്യയിൽ ബാൻ ചെയ്ത ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന BBC-ന്റെ 2-part ഡോക്യുമെന്ററി, അതാണ് ഈ സംഭവം. പിന്നെയും ഗുജറാത്ത് വംശഹത്യയും പിന്നെ അതിനോടനുബന്ധിച്ച് മോദി ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും ഒരു അന്തർദേശീയ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. ആ ഡോക്യുമെന്ററി സീരീസിൽ BBC-യുടെ ഫ്രീലാൻസ് ലൊക്കേഷൻ പ്രൊഡ്യൂസറും റിസർച്ചറും ഞാനായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഇതിന്റെ പിന്നെ 2002 തന്നെ ഈ ഗുജറാത്ത് വംശഹത്യന്റെ ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു നാഷണലിസം ഇൻ UK എന്ന് പറയുന്ന ചാനൽ ഫോർ UK പ്രൊഡ്യൂസ് ചെയ്ത ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു ഡോക്യുമെന്ററിന്റെ ഇന്ത്യയിലെ ലൊക്കേഷൻ ഡയറക്ടറും അവിടുത്തെ ക്യാമറാമാൻ ഇവിടുത്തെ എല്ലാം ഞാനായിരുന്നു. അതൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതുപോലെ അൺഹോളി വാർ എന്ന് പറയുന്നത് 2014 അതുവരെയുള്ള വ്യാജ ഏറ്റുമുട്ടലുകൾ ഗുജറാത്ത് വംശഹത്യയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ 2014 വരെ. അപ്പൊ ഈ ഗുജറാത്തിനെ ഇത്രയും കാലം അടുത്ത് നിരീക്ഷിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എമ്പുരാൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. അപ്പൊ പല ചെറിയ സിനിമകൾ വന്നിട്ടുണ്ട്. എന്നാണ് പറഞ്ഞാൽ വലിയ വലിയ കലാകാരന്മാരുണ്ടാക്കില്ല. പർസാനിയ എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പൊ രൂപാബൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവരുടെ അന്ന് 12 വയസ്സായ അസ്കർ എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ ഗുൽബർഗ് സൊസൈറ്റിന്ന് ഓടിപ്പോയി റെയിൽവേ ട്രാക്കിലാണ് കാണുന്നത്. അന്ന് പിന്നെ അവന് കാണാനില്ല. അങ്ങനെ 498 പേരൊക്കെ ഉണ്ടായിരുന്നു അന്ന് കാണാതായ ആളുകൾ, അവരെയൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്ത് പർസാനിയ എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടായിരുന്നു. നന്ദിതാദാസ് ചെയ്ത ഫിറാഖ് എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു. പക്ഷെ എമ്പുരാൻ ഇതെന്നൊക്കെ പിന്നെ പ്രൊപ്പഗാൻഡ ഫിലിമുകൾ ഉണ്ടായിരുന്നു. ഗുജറാത്ത് ഫയൽസും പിന്നെ കശ്മീർ, ഇങ്ങനത്തെ പലതരം പ്രൊപ്പഗാൻഡ. പക്ഷെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഫിലിം അത് ഗുജറാത്തിനെ പോലെ ഭരണകൂടവും മാധ്യമങ്ങളും എല്ലാവരും അടിച്ചമർത്തിയ ഒരു വലിയ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഒരു വലിയ ഒരു വംശഹത്യ, അതിന്റെ ഏറ്റവും ഭീകരമായ വയലൻസ്, അതിനെ വളരെ സക്സസ്ഫുള്ളായി അന്തർദേശീയമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ പുതുതലമുറയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ പിന്നെ കലാകാരന്മാർക്ക് നേരെ പ്രത്യേകിച്ച് ഒരു മെസ്സഞ്ചർ തന്നെ വിളിക്കും പൃഥ്വിരാജ് സുകുമാരന് ഹാറ്റ്സ് ഓഫ്. ഒരു വല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണ്, സ്പെഷ്യലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റൈറ്റർ മുരളി ഗോപി, പിന്നെ ഗ്രേറ്റ് പെർഫോമൻസ് ബൈ ലാലേട്ടൻ ആൻഡ് ടീം, ദ കാസ്റ്റ് ആൻഡ് ദ ക്രൂ. എന്തൊക്കെയാണെങ്കിൽ an artist എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് ഹിസ് വിഷൻ ആൻഡ് ഹി ഹാസ് ഡൺ ഇറ്റ്. വേറെ ആർക്കും പറ്റാത്ത രീതിയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ പണ്ട് തന്നെ ടീസ്റ്റാ സേറ്റിൽ വാദം ഇട്ടിട്ട് ഹർഷ് മന്ദിർ ഇട്ടിട്ട് ഇതിനെതിരെ പ്രതികരിച്ച പലർക്കും എതിരെയുള്ള ED അന്വേഷണങ്ങൾ പോലെ ഇപ്പൊ ഈ ഫുൾ ഗവൺമെന്റ് ഫണ്ടിങ് ഉള്ള ഈ ഡോക്യുമെന്ററികൾ ഇറങ്ങിയിട്ട് BBC-ക്കെതിരെ ED അന്വേഷണം നടന്നു. ഫുൾ ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഫണ്ടിങ്. അപ്പൊ ഇതിലൊക്കെ പല രാഷ്ട്രീയങ്ങളുണ്ട്. ഇതേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരുന്ന ഏത് ആക്രമണത്തിനെ പറ്റിയിട്ട് എനിക്ക് ഇതേ അഭിപ്രായമാണ്. ഈ പടത്തിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ കേരളത്തിൽ അധികം ഉണ്ടായിട്ടുണ്ട്. എന്താണ് അത് ഗോത്ര സമയത്തുള്ള വയലൻസിനെ പറ്റിയിട്ടാണോ പറയുന്നത്? അല്ല അതാണ്, അല്ല ഏത് ഗോത്ര എന്ന് പറഞ്ഞപ്പോ സബർമതി എക്സ്പ്രസ് പറഞ്ഞ ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അത് ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ എന്റെ തന്നെ പറഞ്ഞു, ഞാൻ അതായത് പലതരം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ
ഞാൻ കണ്ട ഒരു സിനിമ എംപുരാനിൽ കണ്ട വയലൻസ് ഒന്നുമല്ല, അതിനേക്കാളും എത്രയോ കൂടുതലാണ് അന്ന് നടന്ന വയലൻസ്. അത് കാണണമെങ്കിൽ നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് എന്റെ സിനിമ കണ്ടോളൂ. ആ ലിങ്കുകളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പേടിക്കും. അതന്നെ ഇത് ഈ വേട്ടയാടൽ ഇന്നൊന്നും തുടങ്ങിയല്ലോ. ഇതിന്റെ ഈ സഖ്യ ജാഫ്രി കേസാണ് ഇപ്പൊ അവസാനം തള്ളിപ്പോയി. അവര് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവര് മരിച്ചുപോയി. ആ കേസിലുണ്ടായിരുന്ന ടീസ സേറ്റിലും അതിന് ഇതുപോലൊരു കേസിൽ കുടുക്കി കുറെ കാലം ED അന്വേഷണമൊക്കെ നടത്തി. ഇപ്പൊ അവര് ബെയിലാണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹർഷ് മന്ദിറിന്റെ അങ്ങനെ എത്രയോ പേര് EDനെ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന കേസുകൾ എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അതും എന്റെ സിനിമയിൽ അത് കൃത്യമായിട്ട് ഗോദ്രയില് ഒരു ഇത് നടന്ന പിന്നെ ട്രെയിനിനെ മുകളിൽ ബേൺ നടന്ന തീവെപ്പ് നടന്നിട്ടുണ്ട്. ആ തീവെപ്പ് നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ അയോധ്യ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കർഷകര് തിരിച്ചു വരുന്ന ഒരു ട്രെയിനിലാണ്. അതിൽ 59 പേര് മരിച്ചുപോയി. അത് വെച്ചിട്ട് തന്നെയാണ് എന്റെ ഡോക്യുമെന്ററി തുടങ്ങുന്നതും ഹേറാം ജെനോസൈഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങൾ, പിന്നെ ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം എന്താണെന്നുള്ളത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട്, ആ ആക്രമണത്തിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഈ എമ്പുരാൻ സിനിമയിൽ കാണിച്ച പോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ ഒരു സംഭവം അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വയലൻസ് അല്ല എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നീതിപീഠത്തിന്റെ തന്നെ ഭയങ്കര ജ്വൽസ് എന്ന് പറയുന്ന നമ്മളുടെ ജസ്റ്റിസ് കൃഷ്ണ വാര്യർ സാർ, കണ്ണബിരാൻ സാർ, അങ്ങനത്തെ ഇവരെല്ലാവരും കൂടിയിട്ടുള്ള സിറ്റിസൺസ് ട്രിബ്യൂണൽ റിപ്പോർട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഈവൻ കുറച്ച് കഴിഞ്ഞ ഇലക്ഷന്റെ ടൈമിലാന്ന് തോന്നുന്നു അവിടുത്തെ പട്ടേൽ സമുദായക്കാർ BJP തന്നെ ബ്ലെയിം ചെയ്തു. അതായത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വയലൻസ് ആണ് ഗോദ്ര വയലൻസ് ഉള്ള. അതുകൊണ്ട് അതിന്റെ മുകളിൽ പലതരം തിയറീസ് നടത്തുന്നുണ്ട്. പക്ഷെ